ബിഗ് ബോസിനകത്ത് പല കാരണങ്ങളാൽ ശത്രുതയുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണ് നൂറ ആദിലയും അയ്യോ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ ആര്യനും തമ്മില്. ആര്യൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് ആദിലയും നൂറയും വിശ്വസിക്കുന്നത്. എന്താടാ നിന്റെ പേര്? പ്രേമേന്ദ്രൻ. പ്രേമചന്ദ്രൻ. പേര് തന്നെ പശ കാണല്ലോടാ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇവരും ശരിയല്ല എന്നാണ് ആര്യനും വിശ്വസിക്കുന്നത്. പെൺകുട്ടികളെ കാണുമ്പോ തനിക്കെന്താ ഭ്രാന്താ? അപ്പൊ ഇന്നത്തെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് നോമിനേറ്റ് ഒക്കെ ചെയ്തെങ്കിലും സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. കുറെ കൂടെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാനല്ലേടോ തന്നോട് പറഞ്ഞേ? ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടാ തോന്നിക്കില്ല. പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ. ഓഹോ. പിന്നീട് ഇവര് രണ്ടു കൂട്ടരും പരസ്പരം സംസാരിച്ച് ഒരു നല്ലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് എത്തുകയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. കാരണം ഇവരൊക്കെ ഒരേ ഏജ് റേഞ്ചിൽ വരുന്ന ആൾക്കാരാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. സോ അങ്ങനെ ആ ഒരു വൈബില് അവർ സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആര്യൻ ആക്ച്വലി ഒരു നൈസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ? ആവും, എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തായാലും ഇപ്പൊ ആര്യൻ, ആദില, നൂറ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ ലൈവിൽ നോക്കുമ്പോൾ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ.